നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. MDMA കേസിൽ വിദേശ പൗരനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായത് ടാൻസാനിയ സ്വദേശി 26 വയസ്സുള്ള അബ്ദുൽ ഹാമദ് മഖാം. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ലഹരി എത്തിക്കുന്നതിൽ പ്രധാനിയാണ് പ്രതിയെന്ന് അന്വേഷണ സംഘം. അനധികൃത കഞ്ചാവ് വിൽപ്പന കേസിലെ പ്രതിയായ മണലി സ്വദേശിയുടെ സ്വത്ത് വകകൾ കണ്ടുകെട്ടി കഞ്ചാവ് സൂക്ഷിച്ചതിനും വിൽപ്പന നടത്തിയതിനുമെതിരെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിലെ പ്രതിയായ ചൂണ്ടൽ പഞ്ചായത്തിലെ മണലി മേലേത്തലക്കൽ വീട്ടിൽ സുനിൽ ദത്തിന്റെ ആസ്തികളാണ് കണ്ടുകെട്ടാൻ ഉത്തരവായത്. കുന്നംകുളം പ്രസ് ക്ലബിന്റെ മാധ്യമ പുരസ്കാരം TD ഫ്രാൻസിസിനും ഷാരിമ രാജനും. ഇക്കുറി മികച്ച പഞ്ചായത്ത് പ്രസിഡന്റിനെയും ജനപ്രതിനിധിയെയും പുരസ്കാരദാന ചടങ്ങിൽ ആദരിക്കുമെന്ന് ഭാരവാഹികൾ. വാർത്തകൾ വിശദമായി. MDMA കേസിൽ വിദേശ പൗരനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ലഹരി എത്തിക്കുന്നതിൽ പ്രധാനിയാണ് പിടിയിലായ പ്രതിയെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. ടാൻസാനിയ സ്വദേശി 26 വയസ്സുള്ള അബ്ദുൾ ഹാമദ് മഖാമെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ഓഗസ്റ്റിൽ ചൊവ്വന്നൂരിൽ നിന്ന് 67 ഗ്രാം MDMAയും 2 കിലോ ഹാഷിഷ് ഓയിലുമായി രണ്ടുപേരെ പോലീസ് പിടികൂടിയിരുന്നു. തുടർന്ന് ഈ കേസിൽ പൂക്കോട് താമരയൂർ സ്വദേശി 31 വയസ്സുള്ള നിതീഷ്, കോട്ടപ്പടി സ്വദേശി 21 വയസ്സുള്ള മുഹമ്മദ് അൻസിൽ എന്നിവർ ഉൾപ്പെടെ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കേസിലെ 5ാം പ്രതിയാണ് അറസ്റ്റിലായ വിദേശ പൗരൻ. പ്രതികൾക്ക് MDMA വിൽപ്പന നടത്തിയ കേസിലാണ് ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന് കുന്നംകുളം പോലീസ് വിദേശ പൗരനെ പിടികൂടിയത്. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിൽപ്പന സംഘത്തിലെ പ്രധാനിയും ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് വൻതോതിൽ ലഹരി വസ്തുക്കൾ എത്തിക്കുന്ന സംഘത്തലവനുമാണ് പ്രതിയെന്നും പോലീസ് പറഞ്ഞു. അറസ്റ്റ് ചെയ്ത പ്രതിയെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. ചാവക്കാട് മണത്തലയിൽ മരം കയറ്റി വന്ന ലോറി മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്കേറ്റു. കണ്ണൂർ സ്വദേശി മോഹനാണ് പരിക്ക്. പുലർച്ചെ 2 മണിക്ക് മണത്തല പള്ളിക്ക് മുൻവശമാണ് അപകടമുണ്ടായത്. കണ്ണൂരിൽ നിന്ന് പെരുമ്പാവൂരിലേക്ക് മരം കയറ്റി പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. അമിതമായി ലോഡ് കയറ്റി വന്ന ലോറി റോഡിന്റെ അരികിൽ നിന്ന് ഇറങ്ങിയതാണ് മറിയാനുണ്ടായ കാരണം. ഒരാഴ്ച മുൻപ് 2 ലോറികൾ ഇവിടെ അപകടത്തിൽപ്പെട്ടിരുന്നു. അനധികൃത കഞ്ചാവ് വിൽപ്പന കേസിലെ പ്രതിയായ മണലി സ്വദേശിയുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടി കഞ്ചാവ് സൂക്ഷിച്ചതിനും വിൽപ്പന നടത്തിയതിനുമെതിരെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിലെ പ്രതിയായ ചൂണ്ടൽ പഞ്ചായത്തിലെ മണലി മേലേത്തലക്കൽ വീട്ടിൽ സുനിൽ ദത്തിന്റെ ആസ്തികളാണ് സെക്ഷൻ 68A NDPS നിയമപ്രകാരം കണ്ടുകെട്ടുവാൻ കുന്നംകുളം പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാൻ ഉത്തരവിട്ടത്. പ്രതിയായ സുനിൽ ദത്ത് കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണ്. മാരകലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതിന് കേരള പോലീസ് രൂപീകരിച്ചിട്ടുള്ള ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി ജില്ലാ പോലീസ് മേധാവി R ഇളങ്കോ IPSന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടികൾ സ്വീകരിച്ചത്. പ്രതിക്കെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന NDPS കേസ് അന്വേഷിക്കുന്നതിനും ആസ്തികളെക്കുറിച്ച് അന്വേഷിക്കുന്നതിനും റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനുമായി സബ് ഇൻസ്പെക്ടർ സുകുമാരൻ, CPOമാരായ രവികുമാർ, രഞ്ജിത്ത്, അബീഷ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. പ്രതിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിൽ 7.900 കിലോഗ്രാം കഞ്ചാവാണ് പ്രതിയുടെ വീട്ടിൽ നിന്നും കണ്ടെടുത്തിട്ടുള്ളത്. പ്രതിയായ സുനിൽ ദത്ത് കഞ്ചാവ് വിൽപ്പന നടത്തിയതുമായി ബന്ധപ്പെട്ട് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ കേസിൽ പ്രതിയുടെ വീട്ടിൽ നിന്നും 1.5 കിലോ കഞ്ചാവും 2 കിലോ കഞ്ചാവ് കാറിൽ നിന്നും എക്സൈസ് വകുപ്പ് കണ്ടെടുത്തിരുന്നു. പ്രതി കുറച്ചു വർഷങ്ങളായി പരിചയമുള്ള ഒറീസ സ്വദേശികളിൽ നിന്നും കഞ്ചാവ് കേച്ചേരിയിൽ വെച്ച് വാങ്ങി വിദ്യാർത്ഥികൾക്കും ചെറുപ്പക്കാർക്കും 500-1000 രൂപയ്ക്ക് വിറ്റാണ് താമസിച്ചു പോന്നിരുന്നത്. കുന്നംകുളം പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കേസിലെ പ്രതിയായ സുനിൽ ദത്തിന്റെ ആസ്തികൾ പരിശോധിച്ചപ്പോൾ സ്ഥിരവരുമാനമില്ലാത്ത പ്രതി നിയമവിരുദ്ധമായി കഞ്ചാവ് വിറ്റതിൽ നിന്നുള്ള വരുമാനം ഉപയോഗിച്ചാണ് വസ്തുവകകളും വാഹനവും വാങ്ങിയതെന്നും വാങ്ങിച്ച ആസ്തികൾ ഭാര്യയായ CK ഷഹനയുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്നും ബോധ്യപ്പെട്ടതിനാൽ ഇയാളുടെ 18,53,000 രൂപ മതിപ്പ് വില വരുന്ന വീടും 10 ലക്ഷം രൂപ മതിപ്പ് വില വരുന്ന കാറുമാണ് കണ്ടുകെട്ടാൻ ഉത്തരവായത്. നിയമവിരുദ്ധ പ്രവൃത്തികളിൽ ഏർപ്പെട്ട് മാരക ലഹരി വസ്തുക്കൾ സൂക്ഷിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്യുന്ന പ്രതികളുടെ ആസ്തികൾ കണ്ടുകെട്ടുന്നതിനുള്ള നിയമ നടപടികൾ കുന്നംകുളം സബ് ഡിവിഷനിൽ നിന്നും ഇനിയും ഉണ്ടാകുമെന്ന് കുന്നംകുളം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ CR സന്തോഷ് പറഞ്ഞു. വിജ്ഞാന കേരളം വിജ്ഞാന തൃശൂർ പദ്ധതിയുടെ ഭാഗമായി ജില്ലയിലെ മെഗാ ജോബ് ഫെയർ ഏപ്രിൽ 26-ന് നടക്കും. മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി കുന്നംകുളം നഗരസഭയിൽ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രന്റെ അധ്യക്ഷതയിൽ പ്രത്യേക കൗൺസിൽ യോഗം ചേർന്നു. പദ്ധതിയുടെ ഭാഗമായി നഗരസഭകൾ 10 ലക്ഷം രൂപ ചെലവഴിച്ച് പദ്ധതി രൂപീകരിക്കണം. തൊഴിൽ ദാതാക്കളെയും തൊഴിലന്വേഷകരെയും പ്രാദേശിക തലത്തിൽ
കണ്ടെത്തുകയും വേണം. ഇതിനായി വാർഡ് തലത്തിൽ കൗൺസിലറും ADS അംഗങ്ങളും ലോക്കൽ റിസോഴ്സ് പേഴ്സൺമാരും ചേർന്ന് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതാനും നിർദ്ദേശിച്ചു. 26-ന് തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജ്, വിമല കോളേജ് എന്നിവിടങ്ങളിലായിട്ടാണ് തൊഴിൽമേള നടത്തുന്നത്. ജില്ലയിൽ 10,000 പേർക്ക് തൊഴിൽ ലഭ്യമാക്കുവാനാണ് ലക്ഷ്യമിടുന്നത്. രജിസ്റ്റർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്കായി വാഹന സൗകര്യമടക്കം ഒരുക്കുമെന്ന് നഗരസഭ അധ്യക്ഷ അറിയിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദുർബലമായിരുന്ന ചാവക്കാട് മേഖലയിൽ പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ KP വത്സലൻ അടക്കമുള്ള നേതാക്കൾ വഹിച്ച പങ്ക് നിസ്തുലമാണെന്ന് കേരള പ്രവാസി ബോർഡ് ചെയർമാനും CPM ജില്ലാ സെക്രട്ടറിയുമായ KV അബ്ദുൽ ഖാദർ പറഞ്ഞു. ഏപ്രിൽ 16 KP വത്സലൻ രക്തസാക്ഷി ദിനത്തിൽ ഒറ്റൻ രക്തസാക്ഷി മണ്ഡപത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അക്രമരാഷ്ട്രീയത്തിലൂടെ പാർട്ടിയെ വളരാൻ അനുവദിക്കാത്ത തണൽ രാജാക്കന്മാരുടെ പ്രമാണിത്വം, ചുവപ്പ് കൊടി കണ്ടാൽ ഹാലിളകുന്ന സാമുദായിക പ്രമാണിത്വം, ഇതിനെയെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് വളരെ സവിശേഷതയാർന്ന ശൈലിയിൽ നടത്തിയ ഉജ്ജ്വല പ്രവർത്തനം കാഴ്ചവെച്ച് സഖാവ് വത്സലന്റെ നേതൃത്വത്തിൽ നടന്ന പ്രവർത്തനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ഇവിടത്തെ മണ്ണിൽ ശക്തിയാർജിക്കാൻ ഇടയാക്കിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആ പ്രദേശത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ അഹമ്മദ് ഖയും വത്സലിനും ഉൾപ്പെടെയുള്ള സഖാക്കൾ വഹിച്ച പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. സഖാക്കളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട അവരുടെ ദൈനംദിന പ്രശ്നങ്ങളിൽ പോലും ഇടപെട്ടുകൊണ്ട്, സാമൂഹ്യ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെട്ടുകൊണ്ടാണ് അക്കാലത്ത് നിലനിന്ന പ്രാമാണിത്വത്തെ അവർ വെല്ലുവിളിച്ചത്. ആ പ്രാമാണിത്വം എന്ന് പറയുന്നത് അക്രമങ്ങളുടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനത്തെ അനുവദിക്കുകയില്ല എന്ന ധിക്കാരപരമായ നിലപാടിന്റെയും ഒക്കെ പ്രതീകങ്ങളായിരുന്നു പലരും. കടൽ രാജാക്കന്മാരുടെ പ്രാമാണികത്വം, ചുവന്ന കൊടി കണ്ടാൽ ഹാലിളകുന്ന സാമുദായിക പ്രമാണിത്വം, ഇതിനെയെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് നടത്തിയ ഉജ്ജ്വലമായ പ്രവർത്തനം, ആ പ്രവർത്തനമാണ് സഖാവ് വത്സലന്റെ നേതൃത്വത്തിൽ നടന്ന പ്രവർത്തനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ആ മണ്ണിൽ ശക്തിയാർജിക്കുന്നതിന് ഇടയാക്കിയത്. ബുധനാഴ്ച രാവിലെ 8 മണിക്ക് അകലാട് ഒറ്റൈനി രക്തസാക്ഷി മണ്ഡപത്തിൽ പതാക ഉയർത്തലും പുഷ്പചക്രമർപ്പിക്കലും നടത്തിയതിനു ശേഷമാണ് അനുസ്മരണ സമ്മേളനം ആരംഭിച്ചത്. പാർട്ടി ചാവക്കാട് ഏരിയ സെക്രട്ടറി TT ശിവദാസൻ അധ്യക്ഷത വഹിച്ചു. പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം C സുമേഷ്, NK അക്ബർ MLA, ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ്, ചാവക്കാട് നഗരസഭ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, AH അക്ബർ, ഷൈനി ഷാജി തുടങ്ങി നിരവധി നേതാക്കൾ പങ്കെടുത്തു. പാർട്ടി ഏരിയ കമ്മിറ്റി അംഗവും പൊന്നിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ TV സുരേന്ദ്രൻ സ്വാഗതവും പൊന്നിയൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി V ഷമീർ നന്ദിയും പറഞ്ഞു. വിവിധ ബ്രാഞ്ചുകളിൽ രക്തസാക്ഷി ദിനത്തിന്റെ ഭാഗമായി പ്രഭാതപേരിയും പതാക ഉയർത്തലും പുഷ്പാഞ്ജലിയും സംഘടിപ്പിച്ചു. തിരുവത്ര ബലികുടീരത്തിൽ നടത്തിയ പരിപാടികൾക്കു ശേഷം പ്രവർത്തകർ ബൈക്ക് റാലിയോടുകൂടിയാണ് ഒറ്റേനിയിൽ എത്തിയത്. ചാവക്കാട് നഗരസഭാ ചെയർമാനായിരിക്കെ കൊല്ലപ്പെട്ട KP വത്സലന്റെ 19ാം ചരമവാർഷികത്തിന്റെ ഭാഗമായി നഗരസഭയിൽ അനുസ്മരണവും പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചു. നഗരസഭാ അങ്കണത്തിൽ നടന്ന അനുസ്മരണത്തിൽ നിരവധി പേർ പങ്കെടുത്തു. ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് പുഷ്പാർച്ചന നടത്തി. വൈസ് ചെയർമാൻ KK മുബാറക്ക്, സ്ഥിരം സമിതി അധ്യക്ഷരായ ഷാഹിന സലിം, PS അബ്ദുൾ റഷീദ്, ബുഷറ ലത്തീഫ്, അഡ്വക്കേറ്റ് AV മുഹമ്മദ് അൻവർ, പ്രസന്ന രണദേവെ, മുൻ ചെയർമാനും നഗരസഭാ കൗൺസിലറുമായ MR രാധാകൃഷ്ണൻ തുടങ്ങിയ ജനപ്രതിനിധികളും നഗരസഭാ ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. തലക്കോട്ടുകര കൈപ്പറമ്പ് റോഡിന്റെ ശോചനീയാവസ്ഥ യാത്രികർക്കും നാട്ടുകാർക്കും ദുരിതമാകുന്നു. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡ് പുനർനിർമ്മിക്കുവാനോ അറ്റകുറ്റപ്പണികൾ നടത്തുവാനോ അധികൃതർ തയ്യാറാകാത്തത് പ്രതിഷേധങ്ങൾക്ക് കാരണമാവുകയാണ്. കേച്ചേരി, വടക്കാഞ്ചേരി, കുന്നംകുളം, തൃശൂർ എന്നീ 2 സംസ്ഥാന ഹൈവേകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് തലക്കോട്ടുകര കൈപ്പറമ്പ് റോഡ്. കൈപ്പറമ്പ്, ചൂണ്ടൽ, വേലൂർ പഞ്ചായത്തുകളിലൂടെ കടന്നുപോകുന്ന റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് 8 വർഷത്തോളമായി. കുണ്ടും കുഴിയും നിറഞ്ഞ് തകർന്നു തരിപ്പണമായി കിടക്കുന്ന റോഡ് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ദുരിതമാണ് യാത്രക്കാർക്കും നാട്ടുകാർക്കും സമ്മാനിക്കുന്നത്. സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജും കേരളത്തിലെ പ്രശസ്തമായ ധ്യാന കേന്ദ്രങ്ങളും കിഡ്നി ഡയാലിസിസ് സെന്ററും റോഡ് കടന്നുപോകുന്ന പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ വഴിയിലടങ്ങിയ വിദ്യ കോളേജ്, ഗാഗുട്ട ധ്യാന കേന്ദ്രം, കപ്പൂച്ചിൻ ആശ്രമം, ഓഡിറ്റോറിയങ്ങൾ,
ടർഫ്, അതേമാതിരി കിഡ്നി ഹോസ്പിറ്റല്, എപ്പോഴും രോഗികളായിട്ട് വരുന്ന ആംബുലൻസുകൾ, എപ്പോഴും അതേപോലെ വഴി ബ്ലോക്കായിട്ട് വരുന്ന ഒരു ബൈപ്പാസ് വഴി, ഇതൊക്കെ പുറമെ വണ്ടികൾ, ഓട്ടോറിക്ഷകൾ, കൈപ്പുറമേ 100-100 ഓട്ടോറിക്ഷകളുണ്ട്. എല്ലാവരും ഇതുകൂടെ ഗാകുലത്ത് ഗാനകേന്ദ്രം കോളേജിന് അത്യാവശ്യമായിട്ട് വരുന്നത് ധൃതിയിൽ വരുമ്പോൾ ഈ വഴി ഇങ്ങനെ അലമ്പായിട്ട് കെടുക്കുക, വണ്ടികൾ യാത്ര ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ട്, നമ്മുടെ വണ്ടിക്ക് എന്നും കംപ്ലൈൻറ്റ് വരിക, വണ്ടി വർക്ക്ഷോപ്പിൽ ഓടി തോറ്റു, സ്പെയർ പാർട്സ് കടയിൽ കാശ് കൊടുത്തിട്ട് തോറ്റു. 3 കിലോമീറ്റർ ദൂരത്തിൽ തകർന്നു കിടക്കുന്ന റോഡ് പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പൊതുമരാമത്ത് മന്ത്രിക്കും MLA-ക്കും ത്രിതല പഞ്ചായത്ത് ഭരണാധികാരികൾക്കും നിരവധി തവണ നിവേദനങ്ങൾ നൽകിയിട്ടും അനുകൂലമായ നടപടികൾ ഉണ്ടാകുന്നില്ലെന്ന് പരാതിയുണ്ട്. 1 മാസത്തോളമായി ഇവിടെ ഏതോ ഒരു കോൺട്രാക്ടർ മെറ്റൽ കൊടുന്ന് ഇട്ടിട്ട് സ്ഥിരം അപകടം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ബൈക്ക് യാത്രക്കാരായാലും മറ്റു വാഹനങ്ങളിൽ സ്ഥിരം അപകടം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ആ മെറ്റല്. അത് മാറ്റാനും അധികാരികൾ ഇതുവരെ നടപടിയെടുത്തിട്ടില്ല. വേലൂർ പഞ്ചായത്ത് കൈകാര്യം ചെയ്യുന്നതാണ് ഇലക്ട്രിക് പോസ്റ്റ്. ഇതിൽ 4 ഇലക്ട്രിക് പോസ്റ്റും ലൈറ്റുകളില്ല. ഈ കുണ്ടുകുഴിയിൽ രാത്രി കണ്ണ് കാണാണ്ട് കെട്ടിമറിഞ്ഞ് വീഴുന്നവരും ഈ മെറ്റലിൻ്റെ അവിടെ ഒന്നും ലൈറ്റ് ഇല്ല. ഈ അതിർത്തിയിൽ 2 ലൈറ്റിൻ്റെ കുറവുള്ള അത് വേലൂർ പഞ്ചായത്ത് അധികാരികൾക്ക് ഇടാവുന്നതാണ്. അത് അവരോട് ഇടാനായിട്ട് അധികാരികളെ അറിയിക്കണം. ചില സ്വകാര്യ വ്യക്തികൾ ഈ കാന അടച്ചിട്ട് അവരുടെ പറമ്പിലേക്കുള്ള വഴി മാരി വെട്ടിയിട്ട് വെക്കണം വണ്ടികൾക്ക് കയറാനുള്ള സൗകര്യത്തിന്. അത് ഒരു പ്രധാന തടസ്സമാണ്. ഇതെല്ലാം അധികാരികൾക്ക് ഈ റോഡിൻ്റെ കാര്യം ഈ സംഭവങ്ങളെല്ലാം ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടി ഉണ്ടാവണം എന്നാണ് ആവശ്യം. റോഡരികിലെ കോൺക്രീറ്റ് കാനകൾ സ്വകാര്യ വ്യക്തികൾ മണ്ണിട്ട് നികത്തിയതിനാൽ മഴ പെയ്താൽ റോഡിലൂടെ വെള്ളമൊഴുകി കാൽനടയാത്രയ്ക്ക് പോലും കഴിയാത്ത അവസ്ഥയാകും. ഇതിനു പുറമെ റോഡിൽ മെറ്റൽ കൂട്ടിയിട്ടിരിക്കുന്നത് അപകടങ്ങൾക്കിടയാക്കുന്നുണ്ട്. മറ്റേതോ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് റോഡിൽ മെറ്റൽ കൂമ്പാരമാക്കിയിട്ടുള്ളത്. ജില്ലാ കളക്ടർക്കും പഞ്ചായത്ത് അധികൃതർക്കും പോലീസിനും പരാതി നൽകിയിട്ടും മെറ്റൽ നീക്കം ചെയ്യുവാനുള്ള നടപടി കൈക്കൊള്ളുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. കേച്ചേരി വടക്കാഞ്ചേരി റോഡിൽ വാഹനത്തിൽ നിന്ന് ചോർന്ന എഞ്ചിൻ ഓയിലിൽ തെന്നി വീണ ഇരുചക്ര വാഹന യാത്രികനായ യുവാവിന് പരിക്കേറ്റു. തലക്കോട്ടുകര ഞാലിൽ കൃഷ്ണൻ മകൻ സന്തോഷിനാണ് പരിക്കേറ്റത്. ഇയാളെ കൈപ്പറമ്പിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മമ്പൽഹുദ സ്കൂളിന് മുൻവശത്ത് ബുധനാഴ്ച രാവിലെ 11:15 അപകടമുണ്ടായത്. പ്രദേശവാസിയായ CJ ലിയോൺസ് വിവരമറിയിച്ചതനുസരിച്ച് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡിക്സൺ മാത്യുവിന്റെ നേതൃത്വത്തിൽ വെള്ളം പമ്പ് ചെയ്ത് റോഡിൽ പരന്ന ഓയിൽ നീക്കം ചെയ്തു. സംയോജിത ഇടപെടൽ മൂലം കൂടുതൽ അപകടങ്ങൾ ഒഴിവാക്കാനായി. കുന്നംകുളം പ്രസ് ക്ലബിന്റെ ഈ വർഷത്തെ മാധ്യമ പുരസ്കാരം TD ഫ്രാൻസിസിനും ഷാരിമ രാജനും. ഇക്കുറി മികച്ച പഞ്ചായത്ത് പ്രസിഡന്റിനെയും ജനപ്രതിനിധിയെയും പുരസ്കാരദാന ചടങ്ങിൽ ആദരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കുന്നംകുളം പ്രസ് ക്ലബ് ഏർപ്പെടുത്തിയ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കുള്ള പുരസ്കാരത്തിന് അച്ചടി മാധ്യമം വിഭാഗത്തിൽ കേരള കൗമുദി വടക്കാഞ്ചേരി ലേഖകൻ TD ഫ്രാൻസിസും ദൃശ്യമാധ്യമ വിഭാഗത്തിൽ കണ്ണൂർ വിഷൻ ചാനലിലെ ഷാരിമ രാജനും അർഹരായി. വിരുപ്പാക്ക സ്പിന്നിംഗ് മില്ലിനെ സംബന്ധിച്ചുള്ള വാർത്താ പരമ്പരയ്ക്കാണ് ഫ്രാൻസിസിന് പുരസ്കാരം. കണ്ണൂർ ജില്ലയിലെ ചെറുകുന്ന് കട്ടക്കുളം നിവാസികൾ അരപ്പൊക്കം വെള്ളത്തിൽ മൃതദേഹം കൊണ്ടുപോകേണ്ടി വരുന്ന ദുരിത ജീവിതത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടിനാണ് ഷാരിമയ്ക്ക് പുരസ്കാരം ലഭിച്ചത്. 10,001 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന പുരസ്കാരം മെയ് മാസം കുന്നംകുളത്ത് നടക്കുന്ന ചടങ്ങിൽ വിതരണം ചെയ്യും. അച്ചടി മാധ്യമത്തിൽ കേരള കൗമുദി വടക്കാഞ്ചേരി ലേഖകൻ TD ഫ്രാൻസിസും ദൃശ്യമാധ്യമ വിഭാഗത്തിൽ കണ്ണൂർ വിഷൻ ചാനലിലെ ഷാരിക രാജനുമാണ് 2024 കുന്നംകുളം പ്രസ് ക്ലബിന്റെ പുരസ്കാരത്തിന് അർഹത നേടിയിട്ടുള്ളത്. മാധ്യമ പുരസ്കാരത്തിനൊപ്പം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ മികച്ച പ്രസിഡന്റ്, മികച്ച ജനപ്രതിനിധി എന്നിവർക്കും ഈ വർഷം പുരസ്കാരം നൽകും. പ്രസ് ക്ലബ് പരിധിയിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ളവരെ പരിഗണിച്ച പുരസ്കാരത്തിന് മികച്ച പഞ്ചായത്ത് പ്രസിഡന്റായി കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ, മികച്ച ജനപ്രതിനിധിയായി കുന്നംകുളം നഗരസഭാ കൌൺസിലർ ലബീബ് ഹസൻ എന്നിവരും അർഹരായി. മാധ്യമപ്രവർത്തകൻ C ഗിരീഷ് കുമാർ അധ്യക്ഷനായ ജൂറിയാണ് പുരസ്കാര ജേതാക്കളെ തെരഞ്ഞെടുത്തത്. പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്ക് സംസ്ഥാനത്ത് ആദ്യമായി പുരസ്കാരം ഏർപ്പെടുത്തിയ കുന്നംകുളം പ്രസ് ക്ലബിന്റെ 20ാമത് മാധ്യമ പുരസ്കാരമാണ് ഫ്രാൻസിസിനും ഷാരിമയ്ക്കും വിതരണം ചെയ്യുന്നതെന്ന് പ്രസ് ക്ലബ് ഭാരവാഹികളായ ജോസ് മാളിയേക്കൽ, MM മുഹമ്മദ് അജ്മൽ, മുകേഷ് കൊങ്ങണൂർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി കുന്നംകുളം നഗരസഭയിൽ സജ്ജമാക്കിയ മാലിന്യ ശേഖരണത്തിനുള്ള പുതിയ ട്രാക്ടറിന്റെയും ഓട്ടോയുടെയും ഫ്ളാഗ് ഓഫ് നടന്നു. നഗരസഭാ അങ്കണത്തിൽ AC മൊയ്തീൻ MLA ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. കോൺഫറൻസ് ഹാളിൽ ഉദ്ഘാടന യോഗവും ചേർന്നു. 2024-2025 വാർഷിക പദ്ധതിയിൽ നിന്ന് 16 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ട്രാക്ടറും ഇലക്ട്രിക് ഓട്ടോയും വാങ്ങിയത്.
ഇതോടെ നഗരസഭയിൽ മാലിന്യ ശേഖരണത്തിനുള്ള ട്രാക്ടർ 2 എണ്ണമായി. യോഗത്തിൽ ചെയർപേഴ്സൺ സീത രവീന്ദ്രൻ അധ്യക്ഷയായി. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ PM സുരേഷ്, സജിനി പ്രേമൻ, T സോമശേഖരൻ, പ്രിയ സജീഷ്, PK ഷബീർ, കൗൺസിലർമാരായ ബീന രവി, ലബീബ് ഹസൻ, സെക്രട്ടറി KB വിശ്വനാഥൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഭീമമായ കോടതി ഫീസുകൾ പിൻവലിക്കുക, ഫീസ് വർധനവ് പുനഃപരിശോധിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള അഡ്വക്കേറ്റ്സ് ക്ലർക്സ് അസോസിയേഷൻ ചാവക്കാട് യൂണിറ്റ് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. മിനി സിവിൽ സ്റ്റേഷന് മുൻപിൽ നടത്തിയ ധർണ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോബി ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. KACA ചാവക്കാട് യൂണിറ്റ് പ്രസിഡന്റ് TR അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. ലോയേഴ്സ് കോൺഗ്രസ് അംഗം ജോജോ ജേക്കബ്, ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ലോയേഴ്സ് ചാവക്കാട് യൂണിറ്റ് സെക്രട്ടറി CP പ്രജിത്ത്, ഭാരതീയ അഭിഭാഷക പരിഷത്ത് ചാവക്കാട് യൂണിറ്റ് കൺവീനർ K നാരായണൻ, KACA സംസ്ഥാന കൗൺസിൽ മെമ്പർ P വിജീഷ്, ജില്ലാ കൗൺസിൽ മെമ്പർ PP രണദീവെ എന്നിവർ സംസാരിച്ചു. M ജലജാമണി, A സുകുമാരൻ, CP ഷീല, K ബിനീഷ്, PR ഷാജി, MK മണി എന്നിവർ നേതൃത്വം നൽകി. കടങ്ങോട് പഞ്ചായത്തിലെ വെള്ളർക്കാട് തിപ്പലശ്ശേരി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒപ്പുശേഖരണവും പ്രതിഷേധ ധർണയും സംഘടിപ്പിച്ചു. കടങ്ങോട് പഞ്ചായത്തിലെ 2, 3, 9 വാർഡുകളിൽ ഉൾപ്പെട്ട റോഡ് തകർന്ന് കുണ്ടും കുഴിയും നിറഞ്ഞുകിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാനപാതയെയും അക്കിക്കാവ് എരുമപ്പെട്ടി ബൈപ്പാസ് റോഡിനെയും ബന്ധിപ്പിക്കുന്ന റോഡാണ് തകർന്ന് കാൽനട യാത്രയ്ക്ക് പോലും സാധ്യമാകാത്ത അവസ്ഥയിലായത്. മഴ പെയ്താൽ റോഡ് ചെളിക്കുണ്ടായി മാറും. അധികൃതരുടെ അവഗണനയ്ക്കെതിരെ കോൺഗ്രസ് 2, 3, 9 വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് ഒപ്പുശേഖരണവും പ്രതിഷേധവും സംഘടിപ്പിച്ചത്. ഈ വെള്ളർക്കാട് വലിയ പള്ളിയുടെ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കല്യാണിക്കുന്ന് വരെയുള്ള റോഡ്, അതിൽ ഏറെ കാലമായി 5 വർഷത്തോളമായി ഇപ്പോൾ വളരെ അങ്ങേറ്റം ദുരിതത്തിലാണ് ജനങ്ങൾ ഇവിടെ യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നതും വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതും. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് CK ശിവരാമൻ അധ്യക്ഷനായി. നേതാക്കളായ KU സണ്ണി, CG ജാക്സൺ, PC ഗോപാലകൃഷ്ണൻ, സലാം വലിയകത്ത്, സജീവ് ചാത്തനാത്ത്, OS വാസുദേവൻ, PV കൃഷ്ണൻകുട്ടി, പഞ്ചായത്ത് മെമ്പർമാരായ ജോളി തോമസ്, സൈബുനിസ ഷറഫു, രജിത ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. പൊടിപടലങ്ങളാൽ മനുഷ്യന്മാർക്ക് നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതേപോലെ തന്നെയാണ് ഇനി മഴ വന്നാലും ഉണ്ടാവാൻ പോകുന്ന അവസ്ഥ. എന്തായാലും 2 സൈഡും ജലജീവൻ പദ്ധതിയുടെ ഭാഗമായിട്ട് ചാലി കീറി അവിടെ പൈപ്പ് ഇടാനാ എന്നും പറഞ്ഞ് തുടങ്ങിയിട്ടുള്ള പണി ഇതുവരെ അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നും ഉദ്ഘാടനങ്ങൾ കൊട്ടി ആഘോഷിച്ച് നടക്കുകയാണ്. മന്ദലാംകുന്ന് നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞ അപകടം, യുവാവിന് പരിക്കേറ്റു. മൊയ്തീൻപള്ളി സ്വദേശി 18 വയസ്സുള്ള താമരത്ത് കാർത്തികിനാണ് പരിക്ക്. ചാവക്കാട് പൊന്നാനി ദേശീയപാതയിലെ മന്ദലാംകുന്ന് കിണർ സ്റ്റോപ്പിന് സമീപത്ത് വെച്ച് നിയന്ത്രണം വിട്ട ബൈക്ക് മറിയുകയായിരുന്നു. പരിക്കേറ്റ ബൈക്ക് യാത്രികനെ അഗലാട് മൂന്നേനി VKR ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് രാജാശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വടക്കേക്കാട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെയും പഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പരിരക്ഷാ പാലിയേറ്റീവ് പരിചരണ പദ്ധതിയിൽ ഉൾപ്പെട്ട കുടുംബത്തിന് വിവാഹ ധനസഹായം വിതരണം ചെയ്തു. വീൽചെയറിൽ ജീവിതം നയിക്കുന്ന കുമാരി ചിന്നുവിനാണ് സഹായം നൽകിയത്. വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് NMK നബിൽ, CHC സൂപ്രണ്ട് ഡോക്ടർ TG നിത, ഹെൽത്ത് ഇൻസ്പെക്ടർ PG അശോകൻ, പാലിയേറ്റീവ് നഴ്സ് മിനി, ആശാവർക്കർ സുശീല എന്നിവർ സംബന്ധിച്ചു. എല്ലായിടവും കൃഷിയിടം, എല്ലാവരും കർഷകർ എന്ന ശീർഷകത്തിൽ ഭാരതീയ കിസാൻ സംഘ് സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന കാർഷിക നവോത്ഥാന യാത്രയ്ക്ക് പുന്നയൂർ കണ്ണഞ്ചിറയിൽ സ്വീകരണം നൽകി. ഏപ്രിൽ 2-ന് മഞ്ചേശ്വരത്ത് നിന്ന് ആരംഭിച്ച കേരളീയ കാർഷിക ഗ്രാമങ്ങളിലൂടെ 1500 കിലോമീറ്റർ സഞ്ചരിച്ച് ഏപ്രിൽ 28-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അനിൽ വൈദ്യമംഗലമാണ് കർഷകരുടെ ലോങ് മാർച്ച് നയിക്കുന്നത്. 60 വയസ്സ് തികഞ്ഞ അർഹതപ്പെട്ട കർഷകർക്കും പ്രതിമാസം 25,000 രൂപ പെൻഷൻ അനുവദിക്കുക, കാർഷികോൽപാദനത്തിന് ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കൾക്കും യന്ത്രോപകരണങ്ങൾക്കും GST പൂർണ്ണമായും പിൻവലിക്കുക, കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട് കർഷകർക്കുണ്ടാകുന്ന അപകട മരണങ്ങൾക്ക് 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുക എന്നീ 19 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് യാത്ര. 14 ജില്ലകൾ, 152 ബ്ലോക്കുകൾ, കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ, പ്രമുഖ കൃഷി ഫാമുകൾ, കോൾ നിലങ്ങൾ, പാടശേഖരങ്ങൾ സന്ദർശിക്കുകയും 1000 കർഷകരെ ആദരിക്കുകയും ചെയ്യും. ഏപ്രിൽ 13, 14, 15 തീയതികളിലായിരുന്നു തൃശൂർ ജില്ലയിൽ പര്യടനം നടത്തിയത്. പൊന്നയൂർ കുട്ടാടൻ പാടശേഖരങ്ങളിലെ പ്രധാന സ്ഥലമായ കണ്ണഞ്ചിറയിൽ സന്ദർശനം നടത്തുകയും കർഷകരുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തു. ഈച്ചിത്തറ പാടശേഖര സമിതി പ്രസിഡന്റ് ഹനീഫ ജാഥ ക്യാപ്റ്റനെ ഹാരമണിയിച്ച് സ്വീകരിച്ചു. കർഷകരായ രാജീവ് എടക്കര, അർജുനൻ എന്നിവരും വിവിധ ജില്ലാ സാരഥികളും ഒപ്പമുണ്ടായിരുന്നു.
ഏപ്രിൽ 26 നടക്കുന്ന മെഗാ ജോബ് ഫെയറിൽ പങ്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി ഗുരുവായൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. കെ ദാമോദരൻ ലൈബ്രറി ഹാളിൽ നടന്ന പരിശീലനം നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജെ അധ്യക്ഷയായി. ലൈഫ് സ്കിൽ ട്രെയിനറും കരിയർ വിദഗ്ധനുമായ ജോയ് ചീരൻ ക്ലാസ് എടുത്തു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ഷെഫീർ, DRP ശ്യാംകുമാർ, AULM മാനേജർ VS ദീപ എന്നിവർ സംസാരിച്ചു. നിരവധി പേർ ക്ലാസ്സിൽ പങ്കെടുത്തു. കൈകോർക്കാം ലഹരിക്കെതിരെ. പ്രോഗ്രസീവ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പെരുമ്പിലാവിൽ ലഹരിവിരുദ്ധ സന്ദേശയാത്രയും ലഹരിവിരുദ്ധ പ്രതിജ്ഞയും സംഘടിപ്പിച്ചു. കടവലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CF ഫൗസിയ ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് ട്രഷറർ ഷാബിർ സലീം അധ്യക്ഷത വഹിച്ചു. ക്ലബ്ബ് സെക്രട്ടറി അനീഷ, CPM കടവലൂർ സൗത്ത് ലോക്കൽ കമ്മിറ്റി മെമ്പർമാരായ ഹാഷിം, MM നൌഷാദ്, പെരുമ്പിലാവ് ബ്രാഞ്ച് സെക്രട്ടറി നിയാസ് തുടങ്ങിയവർ പങ്കെടുത്തു. കുന്നംകുളം ശ്രീ ശങ്കരപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിന് കൊടിയേറി. ചൊവ്വാഴ്ച വൈകിട്ട് 6:30 ദീപാരാധനയ്ക്ക് ശേഷം ആചാരവരണം തുടങ്ങിയ ചടങ്ങുകളുണ്ടായി. 7 മണിക്ക് ക്ഷേത്രം തന്ത്രി അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെയും മേൽശാന്തി ദുർഗാദാസന്റെയും മുഖ്യ കാർമ്മികത്വത്തിൽ ആരംഭിച്ച വിശേഷ പൂജകൾക്കും കർമ്മങ്ങൾക്കും ശേഷമാണ് കൊടിയേറ്റം നടന്നത്. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് അരുൺ മോഹൻദാസ്, സെക്രട്ടറി രജീഷ് C. രാജൻ, ട്രഷറർ VG പ്രദീപ് എന്നിവർ നേതൃത്വം നൽകി. ഏപ്രിൽ 27 ഞായറാഴ്ചയാണ് ഉത്സവം. കൊടിയേറ്റം കഴിഞ്ഞുള്ള 6ാം ദിവസമായ ഏപ്രിൽ 20-ന് ഉത്സവബലി, 21-ന് പള്ളിവേട്ട, 22-ന് ആറാട്ട് തുടങ്ങിയവ നടക്കും. ഉത്സവ ദിവസമായ ഏപ്രിൽ 27 വരെ വിശേഷാൽ പൂജകൾ, തായമ്പക, മദ്ദളകേളി, മേളം, പഞ്ചവാദ്യം തുടങ്ങിയവയും ഏപ്രിൽ 23, 24, 25 തീയതികളിൽ വൈകിട്ട് 7 മണി മുതൽ കലാപരിപാടികളും ഉണ്ടാകും. കടങ്ങോട് പാറപ്പുറം ന്യൂ ഫ്രണ്ട്സ് ആഘോഷ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പാറപ്പുറം ഗ്രാമോത്സവം സംഘടിപ്പിച്ചു. ക്ലബ്ബ് പരിസരത്ത് നടന്ന ചടങ്ങ് പ്രശസ്ത സിനിമാ താരം സനുജ സോമനാഥ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് 3-ാം വാർഡ് മെമ്പർ ബീന രമേശ് അധ്യക്ഷത വഹിച്ചു. അഡീഷണൽ ഡിസ്ട്രിക്ട് ജഡ്ജ് KN പ്രശാന്ത് മുഖ്യാതിഥിയായി. യോഗത്തിൽ KK സുമേഷ്, MR രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. തുടർന്ന് 100-ലധികം പ്രതിഭകളുടെ കലാപരിപാടികൾ അരങ്ങേറി. മന്ദലാംകുന്ന് ബീച്ചിൽ മാലിന്യ ശേഖരണ പ്ലാന്റ് നിർമ്മിക്കാനുള്ള തീരുമാനം മാറ്റണമെന്ന് പുന്നൂർ K. കരുണാകരൻ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ആവശ്യപ്പെട്ടു. നിരവധി സന്ദർശകർ എത്തുന്ന പ്രദേശമാണ് മന്ദലാംകുന്ന് ബീച്ച്. സ്കൂളും നൂറുകണക്കിന് ജനങ്ങൾ താമസിക്കുന്നതുമായ പ്രദേശത്ത് മാലിന്യ പ്ലാന്റ് നിർമ്മിച്ചാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന ആശങ്കയിലാണ് ജനങ്ങൾ ഉള്ളത്. പ്രദേശവാസികളുടെ ആശങ്കകൾ പരിഹരിച്ച് മാലിന്യ പ്ലാന്റ് നിർമ്മിക്കാനുള്ള തീരുമാനം മാറ്റണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. K. കരുണാകരൻ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ പുന്നൂർ ചെയർമാൻ ബിനേഷ് വലിയകത്ത് യോഗം ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ ഷാഹു പള്ളത്ത് അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ സുൽത്താൻ മന്ദലാംകുന്നം, വൈസ് ചെയർമാൻ താച്ചു കരിയാടൻ, ജോയിന്റ് സെക്രട്ടറിമാരായ ഷിഹാബ് പടിഞ്ഞാറയിൽ, ഷംറൂദ്, 17-ാം വാർഡ് മെമ്പർ മുജീബ് റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. അതേസമയം ഇവിടെ മാലിന്യ പ്ലാന്റ് സ്ഥാപിക്കുന്നില്ലെന്നും ഹരിതകർമ്മ സേനാംഗങ്ങൾ ശേഖരിച്ചു കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ താൽക്കാലികമായി വയ്ക്കാനുള്ള ഒരിടം എന്ന നിലയിൽ MCF സംവിധാനം ഒരുക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന് പുന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ പറഞ്ഞു. ഇതൊരാൾക്കും പ്രയാസമുണ്ടാക്കില്ലെന്നും ഇവിടെ കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ക്ലീൻ കേരള കമ്പനി കൊണ്ടുപോകാൻ ഇതുവരെ സൂക്ഷിക്കാനുള്ള ഒരിടം മാത്രമുള്ള സംവിധാനമാണിതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. ചരിത്രത്തിൽ ആദ്യമായി ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ 10 ഫുട്ബോൾ ടീമുകളെ പങ്കെടുപ്പിച്ച് ഗുരുവായൂർ സൂപ്പർ ലീഗ് സംഘടിപ്പിക്കുന്നു. ഇന്ത്യൻ സൂപ്പർ ലീഗ് മാതൃകയിലാണ് GSL സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ലഹരിക്കും മയക്കുമരുന്നിനുമെതിരെ സമൂഹ പ്രതിരോധമെന്ന ലക്ഷ്യമുയർത്തിയും ഫുട്ബോൾ വികസനം മുൻനിർത്തിയുമാണ് ഗുരുവായൂർ സ്പോർട്സ് അക്കാദമിയുടെ മുൻകൈയോടെ GSL സംഘടിപ്പിക്കുന്നത്. ഏപ്രിൽ 21 മുതൽ മെയ് 1 വരെയുള്ള തീയതികളിൽ ശ്രീകൃഷ്ണ സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുന്ന ഫുട്ബോൾ മാമാങ്കത്തിൽ മണ്ഡലത്തിലെ 2 മുനിസിപ്പാലിറ്റികളിൽ നിന്നും 6 പഞ്ചായത്തുകളിൽ നിന്നുമായി 10 പ്രമുഖ ടീമുകളും 160-ലധികം ഫുട്ബോൾ പ്രതിഭകളും 10,000-കണക്കിന് ഫുട്ബോൾ പ്രേമികളും പങ്കാളികളാകും. ഏപ്രിൽ 21-ന് ഉദ്ഘാടന ശേഷം 27 വരെ എല്ലാ ദിവസവും 7 മുതൽ 9 വരെയായി 3 മത്സരങ്ങൾ വീതം നടക്കും. ഏപ്രിൽ 29-നാണ് സെമി ഫൈനൽ. മെയ് 1-ന് ലൂസേഴ്സ് ഫൈനലും നടക്കും. ഏപ്രിൽ 21-ന് വൈകിട്ട് 7-ന് AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്യും. ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ്, ദേവസ്വം ചെയർമാൻ Dr. VK വിജയൻ, PT കുഞ്ഞുമുഹമ്മദ്, മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം CB പാപ്പച്ചൻ, ഗാനരചയിതാവ് BK ഹരിനാരായണൻ,
ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ, ഡോക്ടർ ഹരിനാരായണൻ എന്നിവർ മുഖ്യാതിഥികളാകും. മെയ് 1 ഫൈനൽ മത്സരത്തിന്റെ സമാപന സമ്മേളനം മുൻ MLA KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്യും. NK അക്ബർ MLA, കേരള സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് U ഷറഫ് അലി, ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്യും. 1 ലക്ഷം രൂപയും ട്രോഫിയുമാണ് ഒന്നാം സമ്മാനമെന്നും 2ാം സ്ഥാനക്കാർക്ക് 50,000 രൂപയും ട്രോഫിയും നൽകുമെന്നും സംഘാടക സമിതി ചെയർമാൻ GK പ്രകാശൻ, ജനറൽ കൺവീനർ TM ബാബുരാജ്, സെക്രട്ടറി C സുമേഷ്, KR സൂരജ്, KP സുനിൽ, അരുൺ C മോഹൻ, CV ജേസൺ, M രാജേഷ്, ദേവിക ദിലീപ് എന്നിവർ അറിയിച്ചു. ഭദ്രം സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലയൂർ യൂണിറ്റ് സഹായം കൈമാറി. യൂണിറ്റ് മെമ്പർ അൽഫോൻസ ജോസിനാണ് 10 ലക്ഷം രൂപയുടെ ചെക്ക് യൂണിറ്റ് പ്രസിഡന്റ് ബിജു മുട്ടത്തിന്റെ നേതൃത്വത്തിൽ ഗുരുവായൂർ നിയോജക മണ്ഡലം കൺവീനർ ജോജി തോമസ് കൈമാറിയത്. സെക്രട്ടറി സേവ്യർ CJ, ട്രഷറർ നൌഷാദ് PH തുടങ്ങിയവർ സംബന്ധിച്ചു. എരുവപ്പെട്ടി പഴവൂർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ സ്റ്റേജ് സമർപ്പണവും കലാസാംസ്കാരിക സദസ്സും സംഘടിപ്പിച്ചു. മണ്ഡല മഹോത്സവ ആഘോഷ കമ്മിറ്റിയാണ് സ്റ്റേജ് നിർമ്മിച്ച് നൽകിയത്. പഴവൂർ V ചന്ദ്രശേഖരൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സ്റ്റേജ് സമർപ്പണം നിർവഹിച്ചു. ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് AS രവീന്ദ്രൻ അധ്യക്ഷനായി. വാർഡ് മെമ്പർ ആരിഫ സാബിർ, EA രാമചന്ദ്രൻ, V ശശീന്ദ്രൻ, AS ചന്ദ്രൻ, PY അബൂ സാലിം, റോയ് ആൻഡോ, EM അശോകൻ, AA രാജൻ, നൃത്ത അധ്യാപകരായ മഞ്ജുഷ, രാജു P നാരായണൻ എന്നിവർ സംസാരിച്ചു. ഹോളി ലാൻഡ് പിൽഗ്രിം സൊസൈറ്റിയുടെ പ്രവർത്തനം മാതൃകാപരമെന്ന ശശി തരൂർ MP. സൊസൈറ്റി ചെയർമാൻ ഷെവലിയാർ CE ചാക്കുണ്ണിയുടെ നേതൃത്വത്തിൽ നടന്ന കൂടിക്കാഴ്ചയിലായിരുന്നു MPയുടെ അഭിനന്ദനം. മലബാറിലെ വിമാന തീവണ്ടി യാത്രാ ദുരിതം ലഘൂകരിക്കാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തപാൽ വകുപ്പ് പ്രത്യേകം തയ്യാർ ചെയ്ത കവറിൽ വിഷു കൈനീട്ടവും ശ്രേഷ്ഠ കാതോലിക്ക ബാവ സ്ഥാനാരോഹണത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ സ്റ്റാമ്പും അദ്ദേഹം സ്വീകരിച്ചു. സൊസൈറ്റി ട്രഷറർ CC മനോജ്, CMA പ്രസിഡന്റ് K ആനന്ദമണി എന്നിവരും സംബന്ധിച്ചു. ചിറ്റാട്ടുകര ഇടവകയിലെ ചിറ്റിലപ്പള്ളി തറവാട് കൂട്ടായ്മ 22ാം വാർഷിക കുടുംബസംഗമം നടത്തി. ഇടവക സഹവികാരി ഫാദർ ആൽവിൻ അക്കര പറ്റേക്കൽ കുടുംബസംഗമം തിരുകുളത്തി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് വർഗീസ് മാനത്തിൽ അധ്യക്ഷത വഹിച്ചു. ചിറ്റിലപ്പള്ളി മഹാകുടുംബയോഗം പ്രസിഡന്റ് സാൻഡി ഡേവിസ് മുഖ്യപ്രഭാഷണം നടത്തി. സീറോ മലബാർ പ്രോ ലൈഫ് അപ്പോസ്ലേറ്റ് പ്രഥമ സെക്രട്ടറി സാബു ജോസ്, കുടുംബയോഗം സെക്രട്ടറി CV കൊച്ചുദേവസി, ഭാരവാഹികളായ CP ജോണി, CD ജോസ്, CJ സ്റ്റാൻലി, ഷൈനി ഫ്രാൻസിസ്, മറിയാമ്മ കൊച്ചുദേവസി, കാതറിൻ ആൻഡോ എന്നിവർ സംസാരിച്ചു. കേച്ചേരി മമ്പ ഉൽ ഹുദ ഗ്രാൻഡ് മസ്ജിദ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് സ്വാഗത സംഘം രൂപീകരിച്ചു. ഉസ്മാൻ സക്കാഫിയുടെ അധ്യക്ഷതയിൽ അർമാൻ കുട്ടി ഹാജി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഈ മാസം 22-ന് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഗ്രാൻഡ് മസ്ജിദ് ഉദ്ഘാടനം ചെയ്യും. ഉസ്മാൻ സക്കാഫി തിരുവത്ര ചെയർമാൻ, MR ഇസ്മായിൽ ജനറൽ കൺവീനർ, സലീം അലൈഡ് ട്രഷറർ എന്നിവർ ഭാരവാഹികളായ സ്വാഗത സംഘം രൂപീകരിച്ചു. യോഗത്തിന് അഷ്റഫ് സക്കാഫി സ്വാഗതവും ജഫർ ചേലക്കര നന്ദിയും പറഞ്ഞു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 8,815 രൂപ, സ്വർണം പവന് 70,520 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 108 രൂപ. ചർമ്മം പഴഞ്ഞി കൈതവളപ്പ് കോലഴി പരേതനായ ശ്രീധരന്റെ ഭാര്യ ലീല നിര്യാതയായി. 78 വയസ്സായിരുന്നു. സംസ്കാരം അയ്യൂർ വാതക ശ്മശാനത്തിൽ നടന്നു. കിഷോർ, ഗിരീഷ്, മനോജ്, ദിലീപ്, ധനേശ്വർ എന്നിവർ മക്കളാണ്. താമരൂർ ദേവീസ് ബേക്കറി ആൻഡ് സൂപ്പർ മാർക്കറ്റ് ഉടമ മത്രൻകോട്ട് രാജൻ നിര്യാതനായി. 82 വയസ്സായിരുന്നു. സംസ്കാരം ഗുരുവായൂർ നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ നടന്നു. ഗീത ടീച്ചർ ഭാര്യയും പ്രിയ മകളുമാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. MDMA കേസിൽ വിദേശ പൗരനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായത് ടാൻസാനിയ സ്വദേശി 26 വയസ്സുള്ള അബ്ദുൽ ഹാമദ് മഖാം. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ലഹരി എത്തിക്കുന്നതിൽ പ്രധാനിയാണ് പ്രതിയെന്ന് അന്വേഷണ സംഘം.
അനധികൃത കഞ്ചാവ് വിൽപ്പന കേസിലെ പ്രതിയായ മണലി സ്വദേശിയുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടി. കഞ്ചാവ് സൂക്ഷിച്ചതിനും വിൽപ്പന നടത്തിയതിനുമെതിരെ കുന്നംകുളം പോലീസ് സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിലെ പ്രതിയായ ചൂണ്ടൽ പഞ്ചായത്തിലെ മണലി മേലെ തലക്കൽ വീട്ടിൽ സുനിൽ ദത്തിന്റെ ആസ്തികളാണ് കണ്ടുകെട്ടാൻ ഉത്തരവായത്. കുന്നംകുളം പ്രസ് ക്ലബിന്റെ മാധ്യമ പുരസ്കാരം TD ഫ്രാൻസിസിനും ഷാരിമ രാജനും. ഇക്കുറി മികച്ച പഞ്ചായത്ത് പ്രസിഡന്റിനെയും ജനപ്രതിനിധിയെയും പുരസ്കാരദാന ചടങ്ങിൽ ആദരിക്കുമെന്നും ഭാരവാഹികൾ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. CCTV നിങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളോട് പിന്തുടരാം. പ്രതിദിന വാർത്തകൾ, പ്രോഗ്രാമുകളെല്ലാം യൂട്യൂബിൽ ലഭ്യമാണ്. ഏറ്റവും പുതിയ പ്രാദേശിക വാർത്തകൾക്കായി സന്ദർശിക്കുക www.cctvonline.in.